ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിലോട്ടൊക്കെ പുതിയ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഗൈസ് ഇത് നമ്മൾ വരുന്ന വഴിക്കേണ്ടപ്പോൾ ഒരു ബൈക്ക് ഷോറൂമാണെന്ന് തോന്നുന്നു. അവിടുത്തെ ചോദിച്ചു നോക്കി. ഇത് കുറച്ച് കാലം മുമ്പ് ഇവിടെ കിടന്ന് വെറുതെ കിടന്നൊരു ബിൽഡിംഗ് ആണ്. അതിപ്പം ഷോറൂം ആക്കിയെന്ന് വെച്ചിട്ടാണ് ഗൈസ്. ഇതാണ് നമ്മളെ കോളേജ്. നമ്മൾ കോളേജൊന്നും കണ്ടില്ല. അഡ്മിഷനൊക്കെ എടുത്ത് പറഞ്ഞാൽ നമ്മളെ ചേട്ടനൊക്കെ പോയാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല ഗൈസ്. ഇതാ അല്ല കാർ ഷോറൂം ഗൈസ്. കാർ ഷോറൂം കണക്കിരിക്കുന്നു. ഇതേതാ വലിയ കോളേജ് നമ്മളാ കൊള്ളാം. നമുക്കിവിടെ ബൈക്ക് നമ്മളെ സ്കൂട്ടി പാർക്ക് ചെയ്യാം. നമ്മളെ താക്കോല് നമ്മളത്തെ റിച്ചാന്ന് വിചാരിക്കട്ടെ ആൾക്കാർ താക്കോലൊക്കെ കുത്തിക്കുക. പക്ഷെ ഇവിടുത്തെ വണ്ടികളുടെ ഒന്നും ഏഴായിരത്തെത്തൂല നമ്മളെ വണ്ടിയൊന്നും. നമുക്ക് പോയി പഠിക്കണം. നമ്മൾ പിടിക്കാനാണെന്നല്ല വണ്ടി ഒന്നും നോക്കല്ല ഗീസ്. നമുക്ക് പഠിച്ച് ക്യാൻറ്റീനിൽ ഇറയൊക്കെ കഴിച്ചിട്ടൊക്കെ വരുന്നിട്ട് പഠിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ കാണാം ഗീസ്. അപ്പോൾ ഗൈസ് നമ്മൾ കോളേജിലോട്ട് ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ പോവാം. എല്ലാ പീരീഡും കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ ബൈക്കിൻ്റെ ഒക്കെ ഇതേ ലെവലേ ഗൈസ്. ആ ഡ്രോൺ ബൈക്കൊക്കെ സെറ്റ് തന്നെ. ഈ 3 ബൈക്ക് എനിക്ക് ഈ 3 ബൈക്കാണ് ഇഷ്ടപ്പെട്ടത്. ആദ്യം കൊടുക്കുക ഇമാര് എന്നെക്കാട്ടിയും പൊക്കം കുറഞ്ഞു. സുമാര് നമ്മൾ പറയുന്നതിനേ സോടി തരണ 2 മാക്കറി വാലന്മാര്. അയ്യോ ഇവന്മാരെൻ്റെ അത്ര ഉണ്ട്. ഇതെന്താ പ്രശ്നം? എന്തിനാ നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാം. നമ്മളൊക്കെ വണ്ടിയുടെ അടുത്തൊക്കെ വന്ന് നിൽക്കടാ. അടിച്ചു തരും കേട്ടോ. ഞാനൊക്കെ അവന് ഒരു പൊട്ട ചക്കളി സ്കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മളെ റിച്ച് വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കണേ. ബോളാർക്കാടൊന്നും എനിക്കൊന്നും വേണ്ട ഇതിൻ്റെ റിച്ച് വണ്ടി. വൃത്തിയായിട്ട് പോയി. അവന്മാർക്ക് റിച്ച് വണ്ടിയാണ് പോലും. നമുക്ക് പോവാം ഗൈസ്. നാളെ ഞാൻ നിന്നെയൊക്കെ എടുത്തോളാം കേട്ടല്ലടാ. ഓടാ നമ്മൾ നിന്നെ എടുക്കണോ? 5-6 എടുത്ത തന്നെ. എൻ്റെ എത്ര പോലും നിനക്ക് പൊക്കയിലൂടെ ഗ്രാഫിക്സ് ഇല്ലാത്തമായിട്ട്. ഞാൻ വീട്ടിൽ പോണം. അവന്മാർ വീട്ടിൽ കയറിയൊന്നും തല്ലൂലല്ലേ. അവന്മാരങ്ങനെ വീട്ടിൽ കയറി തല്ലണമെങ്കിൽ അവന്മാരെ അടിച്ചവന്മാരെ അണ്ണപ്പല്ലി ഞാൻ പറയിട്ടു. നമുക്ക് വീട്ടിൽ കയറി നമുക്ക് വിടാം ഗേസ്. അവന്മാർ നമ്മളെ ബൈക്കില്ലാത്തതിൻ്റെ പേരിലാണ് ഗേസ് കളിയാക്കിയത്. നമുക്കൊരു ബൈക്ക് നല്ലൊരു കൂട്ടുകാരൻ്റെ പറഞ്ഞ് ഒപ്പിക്കാം ഗേസ്. ഗോയ്സ് ഇവന്മാരെന്ത് ഇങ്ങോട്ട് ഇത്ര എനിക്കൊക്കെ കുഴപ്പം പൊടാക്കാടൊന്നും ഗേസ്. ഇവന്മാരെന്നും എന്നെയും കൊണ്ടേ പോകുന്നു. ഗ്രാഫിക്സ് ഇല്ലാത്തവന്മാരെ ഇങ്ങനെ നമ്മൾ അടിക്കണേ. ഇവനെ ഞാൻ എടാ ഇപ്പം തല്ലുപോയത് വായാളെ പൊട നിന്നെ കൂടെ ഹോസ്പിറ്റലിൽ പോണ്ടി. പൊട എന്താ ഷോഫാ 2 എണ്ണത്തിന് ഞാൻ അടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ട്. 108 വിളിക്കാം. ഹലോ, ഇവിടെ 2 ആൾക്കാർ എൻ്റെ വീടിന് മുമ്പിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടേ. വേറെ പെട്ടെന്നൊന്ന് എടുത്തോണ്ടോണം കേട്ടാ. അതിൻ്റെ ഷോഫ് ഞാൻ തീർത്ത് ഓടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബൈക്കിൽ പോകാൻ എന്തായാലും പറ്റൂല. അവിടെ സ്കൂട്ടിയിൽ തന്നെ പോകാം. നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു ബൈക്കുണ്ട്. അതിൻ്റെ പോയി ചോദിച്ചു നോക്കാം. അല്ല എൻ്റെ ഫോൺ വിളിച്ച് ചോദിക്കാം. ഹലോ ഡാളിയ, നിൻ്റെ വണ്ടിയൊന്നും എനിക്ക് വേണമായിരുന്നു. വീട്ടിൽ വന്ന് എടുത്തോളാനാ. താക്കോൽ വണ്ടി കുത്തിവെച്ചേക്കോ. കേസ് അവൻ നമ്മളെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ താക്കോലൊക്കെ അവൻ വണ്ടിയിൽ കുത്തി വയ്ക്കാൻ നമ്മൾ പോയി അങ്ങ് എടുത്താൽ മതി എന്നാണ്. സ്ലോ മോഷനി കണ്ടുള്ളക്കണം. സ്ലോ മോഷൻ മാറ്റിയിട്ടുണ്ട്.
ഗൈസ് ഇത് ഞാൻ പൊക്കോണ്ടിരിക്കണം അവൻ്റെ വീട്ടിലോട്ട്. അവൻ്റെ വീടത്ത് അങ്ങനെ പാട് വഴിയൊന്നുമില്ലേ. വീട് ഇരിക്കണത് ഒരു സിമ്പിൾ സ്ഥലത്താണ്. ഇത്രയും വലിയ വീടുള്ള നമുക്ക് ഒരു ബൈക്ക് വാങ്ങാൻ പൈസ ഇല്ലേ. കുഞ്ഞു വീടുള്ള അവന് ഒരു ബൈക്ക് വാങ്ങാൻ പൈസ ഉണ്ട്. നമുക്കൊരു സ്കൂട്ടി ഉണ്ട് കേസ്. ഇത് നല്ല സ്കൂട്ടിയാണ് കേസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂട്ടിയാണ്. ഇവൻ്റെ കൂടെ പണ്ട് മുതലേ ഉണ്ട് കേസ്. അവൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂട്ടിയുടെ വെച്ചിട്ടാണ് അവൻ്റെ ബൈക്കിനെ എടുക്കണത് കേസ്. ചെറുക്കൻ്റെ ബൈക്ക് മാസം ബൈക്കാണ് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് എൻ്റെ ബൈക്ക്. നമ്മളെ കൂട്ടുകാരന്മാർക്കൊക്കെ കുറേ പേർക്ക് കുറേ ബൈക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവൻ്റെ ബൈക്ക് വേറെ ലെവല് വണ്ടിയാണ് വയസ്സ്. നാളെ ഒരു ദിവസം കൂടെ കോളേജിൽ പോകും. ശേഷം നമുക്ക് എന്തെങ്കിലും ജോബ് കണ്ടുപിടിക്കണം വയസ്സ്. ടാക്സി ഓടിക്കുന്ന എന്തെങ്കിലും ജോബ്. നമ്മൾ ആ ഒരു ജോബിന് പോയി നമ്മൾ പൈസ ഉണ്ടാകും വയസ്സ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വണ്ടി അടിച്ചു പറ്റി വിറ്റാറ്റായാലും നമ്മൾ പൈസ ഉണ്ടാകും വയസ്സ്. പൈസ ഉണ്ടാകും. അവന്മാർ 2 ഞാൻ അടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എണീറ്റുകൊണ്ട് പോയാൽ എന്തോ ആംബുലൻസ്. പോയി വണ്ടി വരും ഞാൻ. ഗായ്സ് നാളെ നമുക്ക് ഈ വണ്ടിയിലാണ് പോകാനുള്ളത് സ്കൂളിലോട്ട്. വീരല്ലേ വണ്ടി, വീരല്ലേ. ഗൈസ് ഞാൻ പതിക്ക് നല്ലോണം ഷെഡിലോട്ട് കയറ്റി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ ഷെഡ് കയറ്റി. ഇവിടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളിയൊന്നും വണ്ടി മൂവില്ല. ചെറിയ സ്വിമ്മിംഗ് പൂളാണ്, നീന്താൻ പോലും പറ്റില്ല. എൻ്റെ കാല് പോലും മുങ്ങിപ്പോയില്ല എൻ്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ. വണ്ടി ഇത് നേരെ ഇരിക്കുന്നില്ലല്ലോ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ എൻ്റെ കാലെങ്കിലും മുങ്ങും. അങ്ങനെ നമ്മളെ കാല് മാത്രം മുങ്ങുക. ചെരുപ്പ് ഞാൻ ഇവിടെ നിന്നാണ് കഴുകണം. നമുക്ക് ഇന്ന് രാത്രിയാ കോളേജിൽ പോയി നോക്കണം. ചുമ്മാ പറഞ്ഞു കോളേജിൽ നിന്ന് രാത്രി പോയിട്ട് എന്തൊരു ഇത് നമുക്ക് രാത്രിയാവണം. രാത്രിയായിട്ടേ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാവാൻ പറ്റൂല. നമ്മൾ നാളെ പോകുമ്പോൾ മറ്റന്നാൾ പോകുമ്പോൾ നമ്മൾ നല്ല അറച്ച് വണ്ടിയായിട്ടേ പോകും. അതിനായിട്ട് നമുക്ക് രാത്രിയാവുന്ന വെയിറ്റുണ്ട് പ്ലാനുണ്ട്. ഗൈസ് നമ്മളങ്ങനെ രാത്രി ഒന്നും കാണാൻ പറ്റാത്തൊരു വെപ്പ് മുടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ കളി തുടങ്ങാൻ പോകുന്നത്. ബൈക്കിലല്ല കേസ് എന്തായാലും നമ്മൾ പോണ വണ്ടി ബാക്കിലാണ് കേസ്. ഗൈസ് ഇതാണ് വണ്ടി കേസ്. ബ്ലാക്ക് കളറായി കേസ്. അവള് മൊത്തത്തിൽ ബ്ലാക്ക് ഷൂ, മാസ്കും ബ്ലാക്ക് കളർ മുടി എല്ലാം വെച്ച്. ഈ സൈക്കിളിൽ ഞാൻ വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ സൈക്കിൾ ലൈറ്റ് നല്ല പ്രകാശവും. ലൈറ്റ് ഓഫ് ചെയ്താലാ ആൾക്കാർ കണ്ണൊക്കെ പൂച്ചയുടെ പോലെ പച്ച കളറാവും ഈ ലൈറ്റ്. ഗൈസ് ഞാൻ എന്താ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ലൈറ്റ് ഇടുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ പോവാം. ആരും ലൈറ്റ് ഇടുന്നില്ല. ഞാൻ മാത്രം ലൈറ്റ് ഇടുന്നത് അല്ലെങ്കിൽ നമ്മളാണ് ഇതിലേറ്റവും വ്യത്യസ്തൻ. സൈഡിലോട്ട് നോക്കിയേ താര നല്ല പരിചയം. മറ്റേവനാണ് ഗീസ് നമ്മൾ തല്ലി അടിച്ചിട്ട അവനല്ലേ നാളെ കോളേജ് വരുമ്പോൾ എന്നെ എടുത്തിട്ട് അലക്കും. അത് വേറെ കാര്യം. അതിൻ്റെ ഓർമ്മയൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ സൈക്കിളൊക്കെ കൊണ്ട് ഈ വഴിയിലാണ് കയറുന്നത്. എല്ലാവരും സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വഴിയിലാണ് ചെയ്യുന്നത്. പിന്നെ സൈക്ലിങ് ചെയ്യാൻ വന്ന ഒരാളാണെന്നൊരു ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൈക്ലിങ് ചെയ്യാൻ വന്ന ആളായിട്ട് നമ്മളിത് പറപ്പിക്കുകയാണ് ഈ വണ്ടി കൊണ്ട്. ഷോറൂമൊക്കെ
കിടന്ന് ലൈറ്റ് കത്തിയാണ് ഇവിടെ ഉള്ളത്. കോളേജിലൊക്കെ ലൈറ്റ് ഉണ്ട്. നമുക്ക് ലൈറ്റ് ഇടാം. നമുക്ക് ലൈറ്റ് ഇടാം. ഇവിടെ നിന്ന് ലൈറ്റ് ഇടണ്ട. ഇനി പതിയെ വണ്ടി വളരാൻ മോതിര ആൾക്കാരുണ്ട്. പതിയേക്ക് ഇനി ലൈറ്റ് റോഡ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഈ ലൈറ്റ് ഇട്ടിട്ട് സൈക്കിൾ വയ്ക്കാം. സൈക്കിൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കും. ഇത് നമ്മൾ അനിയൻ്റെ സൈക്കിളാണ്. അതിന് നമുക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാം. നാളെ ആര് സൈക്കിൾ കണ്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് പതിയെ സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നാളെ പാരഡൈസിലേക്കാണല്ലോ നമുക്ക് നെയ്യിൽ വണ്ടി കാണിച്ചു പറ്റും. ഫെറാറി വേണ്ട, മസ്താങ് വേണ്ട. ഹായ്, നല്ല വണ്ടിയിലോ നല്ല ശബ്ദമുണ്ട് കാണാൻ. ഈ ഷോറൂമിൻ്റെ ബാക്കിൽ ഏതൊരു കൂടിയ വണ്ടി കിടപ്പുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ്. അപ്പോൾ നമുക്ക് പതുക്കെ ആരും ഗായ്സ് ലൈറ്റ് കത്തി കേസ് ചെയ്യണ്ടില്ല. ജസ്റ്റ് നമ്മളിങ്ങോട്ട് മാറിയപ്പം പണഞ്ഞ് അവിടെ ബാക്കി കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേസ് ചെയ്യാൻ. ഗായ്സ് ഇതാണ് കേസ് ഗോഡ് വണ്ടിയാണ് ഇത്. ഗായ്സ് ഈ വണ്ടിയിൽ ഞാനൊരു ബോളൊക്കെ എടുത്ത് നെക്കി കഥ എങ്ങനെയോ തുറന്ന് കയറിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് ബട്ടനാണ് ഗൈസ്. ഇതൊരു സ്വിച്ച് ഉണ്ടായിരുന്നു, അത് പിടിച്ചേക്കുമ്പോൾ വണ്ടി സൈലൻ്റായി. അങ്ങനെ ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ. ഈ വണ്ടി ഇത് എവിടെ ഇപ്പോൾ കൊണ്ട് ഹൈഡ് ചെയ്യും. എല്ലാവരും വിചാരിക്കും ആ ഷോറൂമിൻ്റെ ഓണർ വണ്ടിയും ജസ്റ്റ് ഒന്ന് കൊണ്ട് ഇറങ്ങിയായിരിക്കും. അപ്പോൾ വണ്ടിയൊക്കെ പൂട്ടിയിടുമെന്ന് ഇവർക്കറിയാം. ഈ ഷോറൂമിൻ്റെ ഓണർ ജസ്റ്റ് വണ്ടി വല്ല പെട്രോൾ അടിക്കാമല്ലോ കൊണ്ടുപോകണേന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് രാത്രി വണ്ടിയും കൊണ്ടൊക്കെ ജസ്റ്റ് പെട്രോൾ അടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ചുമ്മാ വണ്ടി എടുത്ത് റൗണ്ട് അടിക്കാനും ഇറങ്ങും. അപ്പം അതാണ് വിചാരിച്ചോളൂ ഇവർ. പണി പാലും വെള്ളത്തിൽ കിട്ടിയ വണ്ടിയുടെ ഡോറ് പോയി. കുഴപ്പമില്ല, നമ്മളെ സ്കൂട്ടി നമുക്ക് മറച്ച് വയ്ക്കാം, ഡോറ് വയ്ക്കാം. വണ്ടിയുടെ കോലമായല്ലേ വണ്ടി ഒരു കേട്ട്. തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ആരും കാണാത്തൊരു സ്ഥലത്താണ് വേണ്ടി ഇടാൻ പോണത്. നമ്മളെ ഗാരേജിലിടാം. ആരും ഇങ്ങനെ നമ്മളെ ഗാരേജിൻ്റെ അകത്തോട്ടൊന്നും കയറിയൊന്നും നോക്കൂല. ഗാരേജിൻ്റെ ഡോറൊക്കെ നമ്മൾ അടച്ചിട്ട് രാത്രി പോയി കിടന്ന് വാങ്ങാം. ഗാരേജ് ഡോർ ക്ലോസ് ചെയ്തിട്ട് വരാം. ഒക്കെ ഗാരേജ് ഡോർ ക്ലോസ് ഒന്ന് അടിക്കുമ്പോൾ ക്ലോസ് ആവും ഗേസ്. ഇത് ജസ്റ്റ് ഒരു കഥയ്ക്ക് വേണ്ടി മാത്രമാണ്. റിയലായിട്ട് അനുഭവം അടിച്ചത് ക്ലോസ് ആവില്ല. നമുക്ക് അടിച്ചിട്ട് കാണാം. ഇപ്പോൾ ഗേസ് ഞാൻ എന്താ ഗാരേജ് ഡോറൊക്കെ ക്ലോസ് ആക്കാനുള്ള സംഭവം അടിച്ച് ഗാരേജ് ഡോറൊക്കെ ക്ലോസ് ഇട്ടുണ്ട്. നല്ല ക്ഷീണം. ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആവട്ടെ. അതായത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഉറങ്ങാൻ പോവാണ്. ഗൈസ് ഉറങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. ഗൈസ് നമുക്കിത് ഈ വീഡിയോയിൽ തൽക്കാലത്തേക്ക് നമ്മൾ ഇത്രയും ഉൾപ്പെടുത്തുന്നുള്ളത്. ഗൈസ് ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ വൈൻഡപ്പ് എന്നാണ്. നമുക്ക് ദരര പാട്ട് ഇടണം. അതിനായിട്ട് നമ്മൾ ദരര അടിച്ചു കൊടുക്കാം. ദരര